അല്ല അങ്ങ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ സാറ് ചർച്ച തീരാറായി. ഏതെങ്കിലും 1-2 അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ പറ്റി പറയൂ, നമ്മൾ അത് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ 2 അവകാശം അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചില്ല, പിന്നെ എന്തിനാണ് ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? ഏത് അവകാശം നഷ്ടപ്പെട്ടെ? അല്ലല്ല, സ്വയംഭരണ അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനുള്ള സ്വയംഭരണ അവകാശം? മതപരിവർത്തനത്തിനുള്ള സ്വയംഭരണ അവകാശമാണെങ്കിൽ യെസ്, നഷ്ടപ്പെട്ടു. വേറെ നമ്മുടെ ചർച്ചയിലൊപ്പമുള്ള ശ്രീ സാജു ജേക്കബ്, അഭിഭാഷകൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്ന്, സ്വതന്ത്ര അവകാശവും സ്വയംഭരണ അവകാശവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏത് സ്വതന്ത്ര അവകാശമാണ് നഷ്ടപ്പെടുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. അബ്സല്യൂട്ട് റൈറ്റ് ഒന്നുമല്ല FCRA എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നതിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം എന്ന രീതിയിലത്തേക്കുള്ള അബ്സല്യൂട്ട് റൈറ്റ് അതിനില്ല. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. 2, ഒരു സംസ്ഥാനത്തുള്ള പ്രവർത്തനത്തിനെ മറ്റൊരു സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചാൽ അത് കേന്ദ്രത്തിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അറിയിച്ചാൽ എന്താ പ്രശ്നം? അറിയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒറ്റ കാര്യമുള്ളൂ, പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കില്ല, മതപരിവർത്തനം എന്ന് പറയുന്നത് നടക്കില്ല. അതൊരു അവകാശമാണോ? അല്ല. അത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. 1977 സുപ്രീം കോടതിയിൽ വന്നിരുന്ന റവറൻഡ് സ്റ്റാനിസ്ലവസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, ആ കേസിൽ സുപ്രീം കോടതിയുടെ ഓർഡർ എന്താ? ഓൾമോസ്റ്റ് 60 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ്, 50 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ റിലിജിയൻ എന്ന് പറയുന്നതിനകത്ത് റൈറ്റ് ടു കൺവേർഷൻ എന്നൊരു കാര്യമില്ല. എല്ലാം കയ്യിൽ പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. വേൾഡ് വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO കഴിഞ്ഞ 2 വർഷത്തിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന വളരെ ചുരുക്കമായിട്ടുള്ള, അതായത് സംഘടനയല്ല ബാൻ ചെയ്തിരിക്കുന്നത്, FCRA ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, NGOകളാണ്. എന്തായിരുന്നു കാരണം? മതപരിവർത്തനം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വീകരിക്കുന്നു. അതിന് തെളിവോട് കൂടിയിട്ട് അവിടെ വന്നു, അവരുടെ അത് ക്യാൻസലേഷൻ ആയി. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ജാർഖണ്ഡിലെ, മണിപ്പൂരിലെ, മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിരവധി ഇവാഞ്ചലിക്കൽ സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദായിട്ടുണ്ട്. 13-ലധികം NGOകളുടെ ലൈസൻസ് റദ്ദായിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? ട്രൈബൽ കൺവേർഷൻസ്. ട്രൈബൽ ഏരിയയിൽ പോയി ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അങ്ങേക്ക് അറിയാലോ, സാധാരണ ഇംഗ്ലീഷ് പദങ്ങളല്ല നിയമത്തിൽ കൃത്യമായിട്ട്. ഇത് നിയമപദമൊന്നും അല്ല, ഇത് നിയമപദമല്ല. പ്രൊസലറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണ പദമാണ്, മതപരിവർത്തനമാണ്. നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തരുത്. അതല്ലാതെ വേറെ അർത്ഥം. അല്ല, പ്രൊസലറ്റൈസ് എന്നുള്ള വാക്കിന് വേറെ എന്താ അർത്ഥം? സാർ ഒന്ന് പറയൂ. പ്രൊസലറ്റൈസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ വേറെ അർത്ഥം എന്താ? അങ്ങ് പറഞ്ഞ ഒരു വിധി ഉണ്ടല്ലോ, ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ ഫെയ്ത്ത്, ബട്ട് യു ഹാവ് നോ റൈറ്റ്. ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രൊസലറ്റൈസേഷൻ എന്നല്ലേ ആ വിധി? ഒരു വ്യക്തിയെ നിർബന്ധമായിട്ടും മതപരിവർത്തനത്തിന് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതാണ് ഞാനും പറഞ്ഞത്. ബൈ ഫോഴ്സ് ഇതൊന്നും ഒരു സഭകളും ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ ആശങ്ക ഉള്ളത് ഇതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു സെക്കൻഡ് സാറ്, കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശ്രീ സാജു ജേക്കബ്, താങ്കൾ കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രൊസലിറ്റൈസ് എന്ന് പറയുന്നതിന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അല്ലാത്ത അർത്ഥം എന്താണെന്ന് പറയുന്നത് മറുപടി പറയടാ. എവിടെയാ കൺഫ്യൂഷൻ? 2010 നിയമത്തില് ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് നിയമിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന് എത്ര അധികാരവും ഏത് അധികാരം ഉപയോഗിക്കാം. ആ അധികാരം ഉപയോഗിച്ച് എപ്പോ വേണമെങ്കിലും ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കിട്ടാനായിട്ട് പാടാണ്. അതിനെല്ലാം ഈ ചെറിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങ് ഒരു പക്ഷിയെ കൂട്ടിലടിച്ചതിന് ശേഷം വീണ്ടും ആ പക്ഷിക്ക് കുരുക്കിടുന്നതിന് തുല്യമാണ്. അത്രയേ ഉള്ളൂ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കൂട്ടിലടച്ച പക്ഷികളൊക്കെ, ഈ ട്രൈബൽ കൺവേർഷന് പോയ പക്ഷികളൊക്കെ എന്താ സാർ പിന്നീട് പറക്കാതിരുന്ന എന്താ? കാരണം സുപ്രീം കോടതിയിലെ വക്കീലല്ലേ, കോടതിയിൽ പോയതല്ലേ, എന്നിട്ട് കോടതി എന്താ പറഞ്ഞത് സാർ? അങ്ങേക്ക് നാളെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വരുമ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന സഹായിച്ചു കഴിഞ്ഞാൽ അതിനെ ഉടനെ തന്നെ കൺവേർഷനായിട്ടും അതിനുശേഷം അങ്ങേക്ക് സ്വയം എനിക്ക് ആരെങ്കിലും ഭക്ഷണമോ പാർപ്പിടമോ തന്നാൽ അത് കൺവേർഷൻ ആവില്ലല്ലോ. കൺവേർഷൻ എന്താണെന്നും മറ്റേതെന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമല്ലോ. കൺവേർഷൻ എന്താണ് സാർ? കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾ ഒരാളിനെ മറ്റൊരു മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് പ്രൊസലിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതല്ലാതെ ആ വാക്കിന് വേറെ അർത്ഥവുമില്ല. ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ പോലെ ഒരാള് സുവിശേഷം നടത്തുന്നു. ഈ സുവിശേഷം മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പൂജ അല്ലെങ്കിൽ ഒരു കുർബാന അല്ലെങ്കിൽ സംഗതി നടത്തുന്നു.
അല്ലല്ല ഇത് നടത്തുന്നു. സുവിശേഷം allowed ആണോ? ആണ്. മതപരിവർത്തനം allowed അല്ല. അപ്പൊ ഇതെങ്ങനെ ഞാൻ മറ്റേതാണ്? ചോദിക്കുന്നത് ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയാ. ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരു പ്രീടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ്. സിബി പറയുന്ന പോലെ അങ്ങനെയല്ല. പ്രചാരണം നടത്തുന്നതും എല്ലാം അലൗഡ് ആണ്. ഈ 105 എണ്ണത്തിൽ അതുകൊണ്ട് സിബി ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ന്യായം പറയുന്നത് ഇതിനു വേണ്ടി നീ അവിടെ പോയി മര്യാദയ്ക്ക് പണിയെടുക്കും, കൂടുതൽ കുണക്കാൻ നിൽക്കില്ലേ. ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയിട്ട് അതിന്റെ എലിജിബിലിറ്റി ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലല്ല. ഈ ഇതിന്റെ മുഴുവൻ സാധനം ഞാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത് അല്ല എന്ന് സിബി പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് സിബി കണ്ടത്? സിബിയാണ് ഫിയർ മോംഗറിംഗ് ചെയ്യുന്നത്. ഫിയർ മോംഗറിംഗ് ചെയ്യുന്ന സിബിയാണ്. അതിലില്ലാത്ത കാര്യങ്ങൾ താങ്കൾ വെറുതെ പറയുക. എന്തിനാണ് അങ്ങനെ ക്ലോസ് കൊണ്ടുവരുന്നത്? എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുത്താൽ എന്തുകൊണ്ട് പറ്റില്ല? വിദേശത്ത് നിന്ന് ഫണ്ട് അടിസ്ഥാനപരമായി ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ലെവലിലോട്ടാണ് പോകുന്നത്. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ ചോദിക്കുന്നത് ശ്രീജിത്തെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടില് നാളെ ഒരു CCTV ക്യാമറ സർക്കാർ കൊണ്ടുവെക്കുന്നു. അങ്ങനെയല്ല. അതുപോലെ നാളെ നിങ്ങൾ ന്യായീകരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത് FCRA ലൈസൻസ് ഉള്ള എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. CCTV ക്യാമറ വെക്കണമെന്ന് സർക്കാർ എന്റെ വീട്ടിൽ വന്ന് പറയുന്നതാണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഒരു ചെറിയ കാര്യം പറയട്ടെ. NGO എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള എന്തോ ആണ് എന്നൊരു ജനറലൈസേഷൻ കൊണ്ടുവരരുതെന്ന് സിബി പറഞ്ഞു. ആരാ സിബി ഈ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞത്? സിബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. ഓർഫനേജ്, പ്രായമായവർക്കുള്ള ഹോം, ഷെൽട്ടർ ഹോം, ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മതപരിവർത്തനമാകുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്റെ സിബി ഓർഫനേജും പ്രായമായവർക്കുള്ള വീടും എല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് ഈ 105 എണ്ണത്തിന്റെ വിശാലതയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് ആ ക്ലോസ്ഡ് ഡെമോക്രസിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നെ സംബന്ധിച്ച് അല്ലല്ല, ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീത്ത് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഞാൻ പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഭകളുടെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒതുക്കലോ അല്ലെങ്കിൽ അവരെ സ്ക്രൂട്ടിനി വെക്കലിനോ വലുതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അർബൻ നക്സലുകൾ എന്ന പേരിൽ നാളെ ഈ എന്താ പറയുന്നത് ജനാധിപത്യത്തിന് വേണ്ടി അല്ലാതെയുള്ള പോരാട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന NGO-കളെ ഒതുക്കാനായിട്ട് ഗവൺമെന്റ് അല്ലല്ലോ. കാറ്റഗറി വേറെ അല്ലേ? കൾച്ചറലായിരിക്കാം, ഒരുപക്ഷെ അത് കൾച്ചറലായിരിക്കാം, അല്ലെ സോഷ്യൽ ആയിരിക്കാം. അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലേ? അപ്പൊ പിന്നെ മതത്തിന്റെ ആൾക്കാർ സിബി പേടിക്കുന്നേ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. സിബി ഈ പറയുന്ന അർബൻ നക്സലിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് സിബി അത് റിലീജിയസ് ആണോ അല്ലയോ എന്ന്. അപ്പൊ അവര് റിലീജിയസ് ആണെന്ന് പറയില്ലല്ലോ. റിലീജിയസ് ആണെങ്കിൽ മാത്രമേ മതപരിവർത്തനത്തിന്റെ ക്ലോസ് ഉള്ളൂ. ഏത് സാമൂഹ്യ സംഘടനയാണ് സിബി റിലീജിയസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെ ഒരു സംഘടന വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്? സോഷ്യൽ എന്നാണ്. സിബി ഇങ്ങനെ പൊട്ടത്തരം. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന്, അങ്ങേക്ക് ഇത് ഒരു ആനമണ്ടത്തരായിരിക്കാം ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജനാധിപത്യ സംരക്ഷണം നടത്തുന്നവർക്ക് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ തരത്തിലുള്ള അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ധനിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു ആനക്കാര്യമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇത് ഒരു മതപരിവർത്തനത്തിന്റെ വിഷയമായിട്ടും ഒതുക്കരുത്. ഞാൻ അങ്ങ് തന്നെ പറഞ്ഞു, എന്റെ 1ാമത്തെയും 2ാമത്തെയും വിഷയവും ഒരു സംഘടനയുടെ, ഒരു NGO-യുടെ, ഒരു ട്രസ്റ്റിന്റെ സ്വയംഭരണ അവകാശം, ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇല്ലാതാക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്.
എല്ലാവർക്കും അവരുടേതായ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരുപാടുണ്ട്. ഒരു എന്തിനാണ് ഓർഗനൈസേഷന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏതാണെന്ന് പറയുന്നതിൽ എന്ത് പ്രൈവസി ഉള്ളത്? ശ്രീജിത്ത് പണിക്കരുടെ ഇമെയിൽ അക്കൗണ്ടും നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഇമെയിൽ അക്കൗണ്ട് ഇമെയിൽ അക്കൗണ്ട് ആണോ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സാർ? നിങ്ങൾ എന്തൊക്കെ വിവരക്കാരാണ് ഈ പറയുന്നത്? ഇതാണോ നിങ്ങളുടെ ആനക്കാര്യം? ഇതാണോ നിങ്ങളുടെ ആനക്കാര്യം? എന്റെ ഇമെയിൽ അഡ്രസ് ആണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? ഒരു NGO പ്രവർത്തിക്കുന്നതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസി ഉണ്ടെന്നാണ് സാർ പറയുന്നത്? താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകനല്ലേ? ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാ ഉള്ളത്? ന്യൂസ് 18 എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ന്യൂസ് 18 സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാ ഉള്ളത്? ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാ ഉള്ളത്? ഓർഗനൈസേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടനയാണെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാണ്? അത് ആനക്കാരിയല്ല, വിവരക്കേടാണത്. എടാ ഞാൻ ഒരു പോലീസ് കമ്മീഷണർ അതങ്ങ് നാട്ടില് ഇവിടെ ഏതോ ഒരു തെണ്ടി. NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും വെബ്സൈറ്റും ചോദിക്കുന്നത് യുക്തിസഹമാണ്. അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ആന മണ്ടത്തരവും. മറ്റൊരു കാര്യം സിബി ഇവിടെ പറഞ്ഞു, ഈ മതസംഘടനകൾ മാത്രമല്ലല്ലോ ഇതിനകത്തുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഈ അർബൻ നക്സൽസിന്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിലുള്ള അവരുടെ അക്കൗണ്ടുകൾ വരുമ്പോൾ അത് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ദേശവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാം, അത് തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ്. അത് ചെയ്യുകയും ഉണ്ടാവുമല്ലോ ശ്രീ അഡ്വക്കേറ്റ്. ഇവിടെ അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞ എന്തോ ഉണ്ടോ സാറേ? അങ്ങനെ ഒരു ഈ നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾക്കും പരിശോധനകൾക്കും നമ്മൾ ആരും എതിരല്ല. ഇതെല്ലാം ഒരു ഭാരതീയ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ആവശ്യമാണ്. അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആകെ കൂടി നമ്മൾ പറയുന്ന 2 അല്ലെങ്കിൽ 3 കാര്യം എന്ന് പറയുന്നത് ഈ ഇതുമായി ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതേ വൺ ബൈ വൺ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു 1-2 അവകാശം നഷ്ടപ്പെട്ടത് പറയോ സാർ? അതേ പറയുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സാജു പറയട്ടെ. ശ്രീ പണി ഏതാ പറഞ്ഞു? അല്ല, അങ്ങ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ സാറ് ചർച്ച തീരാറായി. ഏതെങ്കിലും 1-2 അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ പറ്റി പറയൂ, നമ്മൾ അത് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ 2 അവകാശം അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. പിന്നെ എന്തിനാണ് ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? ഏത് അവകാശം നഷ്ടപ്പെട്ടെ? അല്ലല്ല, സ്വയംഭരണ അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനുള്ള സ്വയംഭരണ അവകാശം? മതപരിവർത്തനത്തിനുള്ള സ്വയംഭരണ അവകാശമാണെങ്കിൽ യെസ്, നഷ്ടപ്പെട്ടു. വേറെ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?